റെക്കോർഡ് ഈസ് ബ്രോക്കൺ. അങ്ങനെ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് വാങ്ങുന്ന താരമായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് നിലവിൽ മാറിയിട്ടുണ്ട്. 21 അസിസ്റ്റാണ് പുള്ളി നിലവിൽ നേടിയിട്ടുള്ളത്. ഒരു കിടിലൻ മാച്ച് തന്നെയായിരുന്നു. ഇന്നലെയും പുള്ളിയുടെ ഭാഗത്തു നിന്ന് വന്ന പെർഫോമൻസ് ആണെങ്കിൽ ഓവറോൾ കിടിലൻ തന്നെയായിരുന്നു. ഒരു ഗോളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ 21 അസിസ്റ്റായി പുള്ളിക്ക്. ഹെൻറിനെയും അതുപോലെ തന്നെ ഡിബ്രൂനെയും വെട്ടിച്ചാണ് പുള്ളി ആ ഒരു അസിസ്റ്റ് നേടിയേക്കുന്നത്. അത് മാത്രമല്ല പ്ലെയർ ഓഫ് ദ സീസൺ കൂടി പുള്ളി വാങ്ങിയിട്ടുണ്ട്. ഒരു മജസ്റ്ററോന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ആളുടെ എല്ലാ സീസണിലും പെർഫോമൻസ് അടിപൊളി തന്നെയാണ്. അത് നാഷണൽ ടീമിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ടാണെങ്കിലും കിടിലൻ ഫോമിലാണ് പുള്ളി. ഡോർഗുന്റെ വകയിരുന്ന ആ ഒരു ഹെഡർ ഗോള് ആളുടെ തിരിച്ചുവരവ് ശരിക്കും ടീമിന് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും കിടിലൻ അറ്റാക്കിംഗ് മൈൻഡാണ് പുള്ളി. അതുപോലെ തന്നെ ബ്രൂണോന്റെ അസിസ്റ്റ് ആണെങ്കിലും ഗോളാണെങ്കിലും ഒരു ഓഫ് സൈഡ് ആണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാണ്. പക്ഷെ പിന്നീട് അത് മാറി ഗോളായി എന്നുള്ളതാണ്. ആൾ കിടിലൻ ഫോമിൽ തന്നെയാണ്. ഇത് വേൾഡ് കപ്പിലും നിലനിന്ന് കഴിഞ്ഞാൽ പോർച്ചുഗലിന് എന്തായാലും ഗുണം ചെയ്യും. ടീം മൊത്തത്തിൽ ഒരു കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് പറയാം. അത്രയും കിടിലൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്സ് ക്യാരിക്ക് നിലവിൽ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഒരു കിടിലൻ ടീം തന്നെയായിരിക്കും അടുത്ത സീസണിൽ. അങ്ങനെ മെസ്സിക്ക് ഇഞ്ചുറി ആയെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം താരം കളി തീരുന്നേക്കാൾ മുമ്പ് കളം വിട്ടിരുന്നു. ആൾക്കൊരു മൈനർ ഇഞ്ചുറിയാണ്. കാരണം വേൾഡ് കപ്പിന് മുമ്പുള്ള കളിയായതുകൊണ്ട് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ആളെ വിഡ്രോ ചെയ്താണെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. നിലവിലെ ആള് വേൾഡ് കപ്പ് എന്തായാലും കളിക്കും. ഒരു മൈനർ ആയിട്ടുള്ളൊരു ചെറിയൊരു ഇഞ്ചുറി തന്നെയായിരുന്നു. ആളൊരു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ് ചെയ്തത്. സുവാരസിന്റെ ഹാട്രിക്കിലെ ഒരു വിജയം ഇന്റർ മയാമിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആർട്ടറ്റ ചാമ്പ്യൻ ആയിട്ടുണ്ട്. കുറെ കാത്തിരിപ്പിന് വിരാമം. 7-8 സീസൺ എന്തോ ആയി. ആൾ ആ ഒരു തിരിച്ചറിവ് നന്നായിട്ട് തന്നെ ആഘോഷിക്കും എന്തായാലും. അങ്ങനെ വെങ്ങറിന് ശേഷം അടുത്തൊരു മാനേജർ ആഴ്സണലിന് വേണ്ടിയിട്ട് ട്രോഫി നേടി കൊടുത്തിട്ടുണ്ട്. ഒരു കിടിലൻ ടീമായിരുന്നു അവർ. കഴിഞ്ഞ 2-3 സീസണായിട്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടറ്റ ആണെങ്കിൽ ടീമിനെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഈ സീസണിൽ അവർക്ക് അത് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വോട്ടിംഗ് ഒക്കെ നടത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ ആ ട്രോഫി അടിച്ചു. ഫൈനലി എന്താ പറയാ, അവർക്കൊരു ആശ്വാസം കിട്ടി എന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു ട്രോഫി 7-8 സീസണായി ട്രോഫി അടിച്ചിട്ട്. അങ്ങനെ ആ ഒരു കാലം കഴിഞ്ഞു. അവർ ബോട്ടിലിംഗ് ഒന്നും നടത്തിയില്ല. നിലവിൽ അത് മാനേജ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിടിലൻ പെർഫോമൻസ് മൊത്തത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. മെഗ്ലസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ ഒരു കോംബോ കിടിലൻ തന്നെയാണ്. ഡെക്ലാൻ റൈസ് ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ആളുടെ. ഫൈനലി ബെർണാർഡോ സിൽവ ഈസ് ലീവിങ്. ആളൊരു ലെജൻഡ് തന്നെയാണ്. നമുക്കറിയാം മാൻ സിറ്റിയുടെ പെപ് ഗാർഡിയോളയും പോണേന് 10 വർഷത്തിന് ശേഷം ആള് പടിയിറങ്ങണേണ്. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീമിനെ പുള്ളി നിലവിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ബ്രേക്കിംഗ് സീസൺ ആയിരുന്നു പുള്ളിക്ക് ബാക്ക് ടു ബാക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു കിടിലൻ മാനേജറാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആള് പോണെന്ന് പറയുമ്പോൾ പ്രീമിയർ ലീഗ് ഫാൻസിന് മൊത്തത്തിലൊരു വേദന തന്നെ ആയിരിക്കും. കാരണം ആളൊരു കിടിലൻ കോച്ചാണ്. ആളുടെ മാനേജ്മെന്റ് ആണെങ്കിലും സിറ്റിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. 10 വർഷത്തിൽ ചാമ്പ്യൻസ് ലീഗും അത്യാവശ്യം 6 പ്രീമിയർ ലീഗും എന്തോ ആൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കിടിലൻ മാനേജറാണ്. ബെർണാർഡോ സിൽവ ആണെങ്കിലും ഫോൾസ് നയനൊക്കെ ആയിട്ട് കളിച്ച് ഹാളൻഡ് വന്നതിന് മുമ്പ് പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രീമിയർ ലീഗ് ഫാൻസിന് എന്തായാലും ഒരു നിരാശ തന്നെയാണ് ആള് പോണേല്. മറ്റൊരു ലെജൻഡ് കൂടി നിലവിൽ പ്രീമിയർ ലീഗ് വിടണേന്ന് പറയാം. സാലയാണ്. കാരണം താരത്തിന്റെ ഫോം ഔട്ടാണ്. അത് മാത്രമല്ല ഇനി ഒരു ചാൻസ് കിട്ടുമെന്നൊന്നും അറിയില്ല. ആളൊരു ലെജൻഡ് തന്നെയാണ്. ഒരുപാട് അവസരങ്ങൾ ടീമിന് വേണ്ടി ആള് നേടിക്കൊടുത്തിട്ടുണ്ട്. ഒരു നിരാശ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഫാൻസിന്, എല്ലാ ഫാൻസിനും. അങ്ങനെ ടോട്ടനം ബാക്ക് ടു സ്റ്റേയിങ് എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രീമിയർ ലീഗിൽ അവർ സ്റ്റേ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെസ്റ്റ് ഹാം നിലവിൽ പുറത്തായിട്ടുണ്ട്. റിലിഗേഷൻ സോണിലേക്ക് മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മൂമെന്റിലൊക്കെ എന്തായാലും ഫാൻസ് ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ വെസ്റ്റ് ഹാം ജയിച്ചു. എന്നിട്ട് പോലും മാറി റിലിഗേറ്റ് ആയെന്നുള്ളതാണ്. ഡിസർബി അത് ഡിസർവിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആള് ആ ടീമിനെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇയാളെ ഒരു ചുരുങ്ങിയ വിലക്ക് എന്തായാലും ഏതെങ്കിലും പ്രീമിയർ ലീഗ് പൊക്കും. ആ ഒരു ഗോള് നമ്മൾ കണ്ടാണ്. നിലവിൽ പല്ലീഞ്ഞയുടെ ഭാഗത്തുനിന്ന് വന്ന ആ ഒരു ഗോള് ടീമിനെ രക്ഷപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം.